വന്യമൃഗശല്യം ബി.ജെ.പി. പീച്ചി മണ്ഡലം കമ്മിറ്റി വനം വകുപ്പിൽ പരാതി നൽകി. മാടക്കത്തറ, പാണഞ്ചേരി, പുത്തൂർ പഞ്ചായത്തുകളിൽ മലയോര മേഖലയിലെ ജനവാസ കേന്ദ്രങ്ങളിൽ കാട്ടാനശല്യം അതിരൂക്ഷമായ സാഹചര്യത്തിലാണ് ബി.ജെ.പി. പീച്ചി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വനം വകുപ്പിന് പരാതി നൽകിയത്. മണ്ഡലം പ്രസിഡന്റ് പ്രശാന്ത് നടുവിലവളപ്പിന്റെ നേതൃത്വത്തിലുള്ള സംഘം പട്ടിക്കാട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസിലെത്തി ഫോറസ്റ്റ് റേഞ്ചർ പ്രജി എ.സിക്കും വഴുക്കുംപാറയിലെ പട്ടിക്കാട് ഫോറസ്റ്റ് ഡെപ്യൂട്ടി ഓഫീസിലെത്തി രേഖാമൂലം പരാതി നൽകിയത്. വന്യമൃഗങ്ങൾ ഇറങ്ങുന്നത് മൂലം വ്യാപകമായ കൃഷി നശിപ്പിക്കപ്പെടുകയും ജനങ്ങളുടെ ജീവന് ആപത്താണെന്നും ഈ സാഹചര്യത്തിൽ പോലും ബന്ധപ്പെട്ട അധികാരികളിൽ നിന്ന് വേണ്ട രീതിയിലുള്ള ഇടപെടലുകൾ ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് പീച്ചി മേഖലയിലെ ബി.ജെ.പി. മണ്ഡലം പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ മലയോര കർഷകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് യോഗം ചേർന്നത് എന്നും തുടർന്നാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിവേദനം നൽകിയത് എന്നും പ്രശാന്ത് നടുവിലവളപ്പിൽ പറഞ്ഞു. കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടുള്ള ഫണ്ടുകൾ വേണ്ട വിധത്തിൽ വിനിയോഗിക്കാത്തതിന്റെ കുറവാണ് വന്യജീവി ആക്രമണത്തിന് കാരണമെന്നും പ്രശാന്ത് കൂട്ടിച്ചേർത്തു. നേതാക്കളായ അജി എം.പി., സുധീഷ് ഇന്ദ്രവജ്ര, ജയൻ പൂശ്ശേരി, ഗിരീഷ് കൂട്ടാല, ശിവരാജ് പീച്ചി, രാജേഷ് താമരവളച്ചാൽ, ജിനീഷ് ചെമ്പുത്ര എന്നിവരാണ് നിവേദന സംഘത്തിൽ ഉണ്ടായിരുന്നത്. തൃശ്ശൂർ ജില്ലയിലെ ഈ പാണഞ്ചേരി പഞ്ചായത്ത്, മാടക്കത്തറ, പുത്തൂർ പഞ്ചായത്ത് മലയോര മേഖലയിൽ വന്യജീവികളുടെ ആക്രമണം മൂലം മലയോര കർഷകർക്കും ജനങ്ങൾക്കും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ജീവൻ നഷ്ടപ്പെടും, ഏത് സമയവും കാട്ടാനയുടെ ചവിട്ടേറ്റ് ജീവൻ നഷ്ടപ്പെടുന്ന ഭീതിയിലാണ് ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും സർക്കാരും ദ്രുതഗതിയിൽ ഇതിനെ ഒരു പരിഹാരം കണ്ടെത്തണമെന്നും വൈദ്യുതി കമ്പിവേലികൾ കാര്യക്ഷമമായ രീതിയിൽ നടപ്പിലാക്കി ഫോറസ്റ്റ് അതിരുകളിൽ കിടങ്ങുകൾ സൃഷ്ടിച്ചും അതിൻ്റെ പഴയ കിടങ്ങുകളെല്ലാം പുനരുദ്ധാരണം ചെയ്തുകൊണ്ടും ഈ നാട്ടിലെ ജനങ്ങളുടെ ജീവനും കൃഷിക്കും വേണ്ട സംരക്ഷണം ഒരുക്കണമെന്നും ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്. അതോടൊപ്പം തന്നെ ബന്ധപ്പെട്ട ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് ഇന്ന് പരാതി നൽകിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ വ്യക്തമായ രീതിയിൽ പരാതി നൽകിയിട്ടുണ്ട്. ഈ പരാതി സ്വീകരിച്ചുകൊണ്ട് വേണ്ട രീതിയിൽ ദ്രുതഗതിയിൽ നടപടികൾ എടുത്തില്ലെങ്കിൽ വരും കാലങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടി വളരെ ശക്തമായ ജനങ്ങളൊപ്പം നിർത്തിക്കൊണ്ട് വളരെ ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകാൻ തയ്യാറാകുമെന്നും ഞാൻ അറിയിച്ചുകൊള്ളുകയാണ്.